എല്ലാവർക്കും PSC വിഷൻ പ്രെപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് എപ്പോൾ? 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച സമിതിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച സമിതിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ 7. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 7. ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് ഏത് തീയതിയിലാണ്? 1949 നവംബർ 26. 1949 നവംബർ 26-നാണ് ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26. അംഗീകരിക്കപ്പെട്ടത് നവംബർ 26-നാണെങ്കിലും പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രധാന ചുമതലകൾ എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രധാന ചുമതല. ഭരണഘടനാ സഭയിലെ മലയാളികളിൽ പ്രമുഖനായ ഭരണഘടനാ വിദഗ്ധനായിരുന്നു അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ സഭയിലെ മലയാളികളിൽ പ്രമുഖനായ ഭരണഘടനാ വിദഗ്ധനായിരുന്നു അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചതാരാണ്? ഭരണഘടനാ സഭയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26-ആണ്. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ സഭയിലെ മലയാളി വനിതാ അംഗം ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ സഭയിലെ മലയാളി വനിതാ അംഗമായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ സഭയിലെ ഏക ദളിത് വനിതാ അംഗം കൂടിയായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ സഭയിലെ ഏക ദളിത് വനിതാ അംഗമായിരുന്നു ദാക്ഷായണി വേലായുധൻ. കേരളത്തിൽ നിന്ന് ഭരണഘടനാ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് ദാക്ഷായണി വേലായുധൻ. കേരളത്തിൽ നിന്നും ഭരണഘടനാ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് ദാക്ഷായണി വേലായുധൻ. കൊച്ചിൻ നിയമസഭയിൽ നിന്നുള്ള ഭരണഘടനാ സഭാംഗമാര്? ദാക്ഷായണി വേലായുധൻ. കൊച്ചിൻ നിയമസഭയിൽ നിന്നുള്ള ഭരണഘടനാ സഭാംഗമായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ സഭയിൽ സാമൂഹിക സമത്വത്തിനായി ശബ്ദമുയർത്തിയ മലയാളി വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ സഭയിൽ സാമൂഹിക സമത്വത്തിനായി ശബ്ദമുയർത്തിയ മലയാളി വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ സഭയിലെ മലയാളി അംഗങ്ങളിൽ പ്രമുഖ അഭിഭാഷകനാരായിരുന്നു? അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ സഭയിലെ മലയാളി അംഗങ്ങളിൽ പ്രമുഖ അഭിഭാഷകനായിരുന്നത് അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മറ്റൊരു പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 7 അംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് 1947 ഓഗസ്റ്റ് 29-നാണ്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 7 അംഗങ്ങൾ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രധാന ചുമതല എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രധാന ചുമതല. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഭരണഘടനാ സഭയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അടിസ്ഥാന അവകാശങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിൽ അടിസ്ഥാന അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. പാർലമെന്ററി ഭരണ സംവിധാനം ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചത്? ബ്രിട്ടൻ. പാർലമെന്ററി ഭരണ സംവിധാനം ബ്രിട്ടനിൽ നിന്നാണ് സ്വീകരിച്ചത്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം നടന്നത് എപ്പോൾ? 1947 ഓഗസ്റ്റ് 30. 1947 ഓഗസ്റ്റ് 30-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം നടന്നത്.
അടിയന്തരാവസ്ഥ സംബന്ധമായ വ്യവസ്ഥകൾ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചത്? ജർമ്മനി. അടിയന്തരാവസ്ഥ സംബന്ധമായ വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വാധീനമേറ്റത്? കാനഡ. കേന്ദ്ര സംസ്ഥാന ബന്ധം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വാധീനമേറ്റത്? കാനഡ. ഭരണഘടനാ ഭേദഗതി നടപടിക്രമം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. മൗലിക കടമകൾ ഏത് രാജ്യത്തിൽ നിന്നാണ്? റഷ്യ. മൗലിക കടമകൾ റഷ്യ. എന്നാൽ മൗലിക അവകാശം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും ജുഡീഷ്യൽ റിവ്യൂവും അമേരിക്കയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ എന്നിവ അമേരിക്കയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രസ്താവികയിലെ സ്വാതന്ത്ര്യം, സമത്വം, സൗഹൃദം എന്നീ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സൗഹൃദം എന്നീ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. സമവർത്തി പട്ടിക എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഓസ്ട്രേലിയ. സമവർത്തി പട്ടിക എന്ന ആശയം ഓസ്ട്രേലിയയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്.